സ്പെയിനിലെ അത്ഭുത ബാലനെക്കുറിച്ചാണ് ഇന്ന് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നത്. പേര് ലാമിൻ യമാൽ. യൂറോ കപ്പ് സെമിഫൈനലിൽ ഫ്രാൻസിനെതിരെയുള്ള ഗോൾ നേട്ടത്തോടെ കാലങ്ങളോളം അനുസ്മരിക്കപ്പെടുന്ന ഒരു ചരിത്ര നേട്ടത്തിലെത്തിയിരിക്കുകയാണ് സ്പെയിനിന്റെ ഈ കുട്ടിത്താരം. കളിയുടെ 21-ാം മിനിറ്റിൽ ലാമിൻ യമാൽ വണ്ടർ ഗോളിലൂടെ സ്പെയിനിനെ സമനിലയിലെത്തിച്ചിരുന്നു. അൽവാരോ മൊറാട്ട നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടു മുന്നിൽ നിന്ന് തൊടുത്ത ഷോട്ട് ഫ്രഞ്ച് വലയിലേക്ക് വളഞ്ഞിറങ്ങി. ഫ്രഞ്ച് ഡിഫൻഡർമാരെ മുഴുവൻ ഡ്രിബിൾ ചെയ്തായിരുന്നു ഈ കുതിപ്പ്. ഇതോടെ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി യമാൽ മാറി. 16 വർഷവും 362 ദിവസവും പ്രായമുള്ളപ്പോഴാണ് യമാലിന്റെ ഗോൾ. സ്വിറ്റ്സർലൻഡ് താരം യോഹാൻ വോൺലാദന്റെ പേരിലുള്ള റെക്കോർഡാണ് തകർന്നു വീണത്. യോഹാന് 18 വർഷവും 141 ദിവസവും ഉള്ളപ്പോഴായിരുന്നു 2004 യൂറോ കപ്പിൽ ഗോൾ നേടിയത്. 2004 സ്വിറ്റ്സർലൻഡിനെതിരെ ഗോൾ നേടിയ ഇംഗ്ലണ്ടിന്റെ 18 വർഷവും 237 ദിവസവും പ്രായമുള്ള വെയിൻ റൂണിയാണ് ഈ പട്ടികയിൽ 3-ാം സ്ഥാനത്ത്. സെമി ഫൈനലിന് കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ യമാൽ മറ്റൊരു ചരിത്രം കുറിച്ചിരുന്നു. ഒരു പ്രധാന ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്നതായിരുന്നു അത്. 1958 സ്വീഡൻ ലോകകപ്പിൽ ഇതിഹാസ താരം പെലെ സ്ഥാപിച്ച റെക്കോർഡാണ് യമാൽ മറികടന്നത്. 17 വർഷവും 239 ദിവസവും പ്രായമുള്ളപ്പോൾ പെലെ ബ്രസീലിന് വേണ്ടി ഗോളും നേടിയിരുന്നു. ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ലാമിൻ തന്നെയാണ് യൂറോ കപ്പിലെ സ്പെയിനിന്റെ വജ്രായുധം. 3 അസിസ്റ്റുകളും 1 ഗോളുമാണ് യാമിൻ ഇതുവരെ സ്വന്തമാക്കിയത്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലാമിന്റെ കാലുകളിൽ തന്നെയാണ് സ്പെയിനിന്റെ ഫൈനൽ പ്രതീക്ഷകളും.